ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഇത്. ഔട്ട് ഓഫ് ആയ ഡിഷാണ്. ഒത്തിരി നാൾ മുമ്പേ പലരും ഇത് ഉണ്ടാക്കിയതായിരിക്കും. എന്നാലും എൻ്റേതായ ഒരു രീതിയിൽ, ഒരു വെറൈറ്റി രീതിയിലാണ് ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കുന്നത്. കൂന്തൽ നിറച്ചത്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഈ വീഡിയോ ഇടുമ്പം അതിന് മുമ്പേ, നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പേ ഞാൻ 1-2 പ്രാവശ്യം ആ ഡിഷ് ഉണ്ടാക്കി നോക്കി. എനിക്ക് തൃപ്തിയായതിനു ശേഷം മാത്രമേ. അപ്പോൾ ഇന്ന് ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഞാൻ 2 ദിവസം മുമ്പേ ഈ കൂന്തലൊന്ന് ഉണ്ടാക്കി നോക്കിയേ. അപ്പം അതിനകത്ത് ഇച്ചിരി കൂടെ ഐറ്റങ്ങളൊക്കെ ഒന്ന് മാറ്റി ഞാൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ഒരു വെറൈറ്റി രീതിയിലാണ് ഈ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കും കാണണ്ടേ റെസിപ്പി. പിന്നെ മിനീസ് വേൾഡ് UK എന്ന ചാനല് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ പ്രചോദനമല്ലേ എൻ്റെ ഒരു എനർജി. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ട് എൻ്റെ ചാനലിൽ. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് അങ്ങ് കണ്ടു നോക്കണേ. അപ്പം എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയേക്കാൻ വായോ. അപ്പം കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയേ ഞാൻ കഴുകി വൃത്തിയാക്കി 3 കൂന്തല ഉണ്ട്. ഞാനിത് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി 3 എണ്ണം ഇന്നലെ എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വന്നു. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി കാണിക്കുന്നതിൻ്റെ മുമ്പേ ഞാൻ ഏത് ഡിഷാണേലും ഒന്ന് ഉണ്ടാക്കി നോക്കാറുണ്ട്. അതുകൊണ്ട് ഇന്നലെ 3 എടുത്ത് ഉണ്ടാക്കി. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പം നിങ്ങളെ കൂടി ഈ റെസിപ്പി കാണിക്കാമേ. ഇത് ഈ കൂന്തൽ നിറച്ചത് ഔട്ട് ഓഫ് ആയ ഡിഷാണ്. ഒരുപാട് നാളുകൾക്ക് മുമ്പേ ഇത് എല്ലാവരും, നിങ്ങളിൽ പലർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാം. എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന വിധം ഒന്ന് നോക്കണേ. ഇതിനു വേണ്ടി ഞാൻ 2 മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. അതുപോലെ തന്നെ ഈ കൂന്തലിൻ്റെ വാലും തലയും സൈഡും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇത്. അത് നല്ലവണ്ണം കഴുകിയെടുത്ത് വെച്ചേക്കുക. പിന്നെ പച്ചമുളകിന് പകരം ഞാൻ എൻ്റെ അടുത്ത് കാന്താരി ഉണ്ടായിരുന്നതുകൊണ്ട് കാന്താരിയാണ് ചേർത്തത്. ഒരു 3-4 കാന്താരി. അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് നല്ല കറിവേപ്പില, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി, 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ കൂന്തലിൻ്റെ തലയും പാലും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ഈ കൂന്തലിനകത്ത് നിറയ്ക്കാൻ വേണ്ടിയുള്ള മസാലയാണ്. അപ്പോൾ ഇതെല്ലാം വഴറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പീര വേണം. അത് ഞാൻ ഒരു അരമുറി തേങ്ങയുടെ പകുതി ആണ് തിരുമ്മി എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ വേറെ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് ചേർക്കുമ്പോൾ കാണിക്കാം. അതാണ് ഇതിന് വളരെ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെയും കാണണം. അപ്പം നമുക്ക് തുടങ്ങാം കുക്കിംഗ്. ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുവാണ് ഇത് ടേസ്റ്റ്. നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. ഞാൻ എപ്പോഴും സാധാരണ കുക്ക് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. പക്ഷേ ഇതിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്തത്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ചേർത്ത് കൊടുക്കണം. അതൊന്ന് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയപ്പോൾ ഞാൻ സവോളയും അതുപോലെ തന്നെ കാന്താരിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സവോള എളുപ്പം വഴലാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ഉപ്പ് ചേർത്ത് കൊടുത്ത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ സവോള നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് നിറച്ചും 1 ടേബിൾ സ്പൂണ് ഫുള്ള് നമ്മൾ ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ ഫിഷ് മസാല ചേർക്കാം. ഞാനിപ്പം ഇത് ഡബിൾ ഹോഴ്സിൻ്റെയാണ്. നിങ്ങൾക്ക് ഇന്ന ബ്രാൻഡൊന്നുമില്ല. ഈ ഫിഷ് മസാല വീട്ടിലില്ലാത്തവർ നിങ്ങൾക്ക് 1/2 ടേബിൾ സ്പൂൺ വെച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച്
നമുക്ക് ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഓരോ പൊടിയും അങ്ങനെ ചേർക്കാതിരിക്കാൻ 1 സ്പൂണ് ഫുള്ള് നമുക്ക് ഫിഷ് മസാല ചേർത്ത് കൊടുത്താൽ എളുപ്പമായി കാര്യം. അപ്പോൾ ഇതെല്ലാം കൂടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന കൂന്തലിൻ്റെ സൈഡും വാലും എല്ലാം കൂടെ നമ്മൾ കുരുകുരാന്ന് അരിഞ്ഞു വെച്ചില്ലേ, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അടച്ച് വെച്ച് കഴിക്കണേ. കൂന്തലിൻ്റെ പാർട്സ് എല്ലാം നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത് ഈ മസാലയുമായിട്ട് യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതൊന്ന് വേകാൻ ഇത്രയും വെള്ളമേ ഉള്ളേ. ഒരു അരക്കപ്പില്ല, ഒരു 1/4 കപ്പോളം മതിയേ. ഒരുപാട് വെള്ളം വേണ്ട. ഇനി ഇതിൽ നിന്നും വെള്ളം ഇറങ്ങും. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് വേവിക്കും. ഇനി വേകുന്നിടം വരെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പം നമ്മുടെ കൂന്തലൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് തേങ്ങ ചേർക്കാൻ പോവാണ്. തേങ്ങ ചേർക്കുന്നതിന് മുമ്പേ ഞാൻ 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നോ നിങ്ങൾ ഇത് വിട്ട് കളയല്ലേ, ചേർക്കണം. ഒന്ന് പെരിഞ്ജീരകം, 1 ടീസ്പൂണ് പെരിഞ്ജീരകം, മുഴുവനെയുള്ള പെരിഞ്ജീരകം. ഇത് അതിനകത്ത് ഫില്ല് ചെയ്ത് കഴിയുമ്പം കൂന്തലിനകത്ത് ഇതൊന്ന് കടിക്കുമ്പോഴുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ 1 സ്പൂണ് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്. എല്ലാ സ്പൈസസ് എല്ലാം കൂടെ നിറച്ചിട്ട് ഇതിനകത്തോട്ട് ഈ തേങ്ങാപ്പീരയും ഈ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒരു ചെറിയ ആ സ്വീറ്റ്നെസ്സും എല്ലാം കൂടെ ഉണ്ടല്ലോ, നല്ല അടിപൊളിയാണ്. അപ്പം ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നമ്മൾ കൂന്തൽ നിറച്ചത് ചായയും കൂടെ കുടിക്കുമ്പോൾ നല്ലൊരു ഈ സ്പൈസസിൻ്റെ എല്ലാ ടേസ്റ്റും അതോടൊപ്പം ഒരു ചെറിയ മധുരം നല്ല അടിപൊളിയാണ്. നിങ്ങൾ ആ 2 ഇൻഗ്രീഡിയൻസ് ഇടാതിരിക്കല്ല, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട, മധുരം അങ്ങനെയാണ് ടൊമാറ്റോ കെച്ചപ്പ് മാറ്റാം. പക്ഷെ അത് ചെയ്തൊന്ന് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനിയും ഒരുപാട് നേരം ഇട്ട് ഇളക്കണ്ട. ഇതിനകത്തൊരു ഇച്ചിരി കൂടെ വെള്ളം പറ്റാനുണ്ട്. ഇപ്പം ഫുൾ ഫ്ലെയിമിലിട്ട് ആ വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. പിന്നെ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൂന്തലിനകത്ത് നിറച്ച് കൊടുക്കും. അപ്പം നമ്മൾ ആ കൂന്തലിനകത്ത് നിറച്ച് മസാലയൊക്കെ നിറച്ച് കൊടുത്തിട്ട് ഞാൻ ടൂത്ത് പിക്ക് വെച്ച് കുത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു സ്റ്റീമറിൽ വെച്ച് ഒരു 8 മിനിറ്റോളം, ഇത് 4 മിനിറ്റ് ഒരു സൈഡും അടുത്ത സൈഡ് 4 മിനിറ്റ് ആകുമ്പം തിരിച്ചിട്ടിട്ട് അങ്ങനെ 8 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടാണ് ഞാനിത് ഫ്രൈ പാനിലേക്ക് ഇട്ട് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇത് ആദ്യം നമുക്ക് സ്റ്റീമറിലേക്ക് വെക്കാം. അപ്പം സ്റ്റീമറിൽ നിന്ന് നമ്മളുടെ കൂന്തൽ നിറച്ചതൊക്കെ 8 മിനിറ്റ് ഇരുന്നു, 4 മിനിറ്റ് വെച്ച് ഓരോ സൈഡും അത് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് നേരം ഇട്ട് വേവിച്ചാൽ അത് റബ്ബർ പോലെ ആയിപ്പോ. അതുകൊണ്ട് ഇതെടുത്ത് വെച്ചിട്ട് ഇനിയും നമ്മളൊരു പാനിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു മസാല കൂടെ ഇതിനകത്തേക്ക് ഇടണം. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, ഒരുപാട് വേണ്ട. നമുക്ക് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് ഇനിയും ഇതൊന്ന് എണ്ണയിലോട്ട് നമ്മളിപ്പോൾ ഇട്ട ഈ മുളകും ഇതും നമുക്കൊരു ഇച്ചിരി ഒരു ഉപ്പൂടെ ആ മസാലയ്ക്ക് വേണ്ടി ഒരു ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം തീ വളരെ ചെറിയ ഫ്ലെയിമിലാണ്. എന്നിട്ട് നമുക്ക് ഈ കൂന്തല് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കണം. ഇടയ്ക്കല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ കൂന്തൽ നിറച്ചത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ സ്റ്റീമറിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്തു 8 മിനിറ്റ്. അത് കഴിഞ്ഞ് പാനിനകത്ത് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് അടച്ചു വെച്ച് ഒരുപാട് നേരം വിട്ട് അങ്ങനെ വേവിച്ചുകൊണ്ടിരുന്നാൽ ഇത് റബ്ബർ പോലാവും. ഇതിപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ. അപ്പം നല്ല അടിപൊളി ഫില്ലിങ്. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാമേ.
ഇതിൻ്റെ മസാലയൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല പാകത്തിന് വെന്തിട്ടുകൊണ്ട്. അപ്പം ഈ റെസിപ്പി വളരെ ഈസി, ഒരു വെറൈറ്റി അല്ലേ. ഇപ്പം ഞാൻ അതിനകത്ത് ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് കാണിച്ചില്ലേ, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടി ഞാൻ ഒരു മാംഗോ ലസ്സി ഉണ്ടാക്കി, ഹോം മെയ്ഡ് മാംഗോ ലസ്സിയെ. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഇത് തൈരും മാങ്ങാപ്പഴുപ്പും കൂടെ വെച്ചുണ്ടാക്കിയതാ, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിതൊന്ന് ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോകളൊക്കെ കാണാത്ത വെറൈറ്റി ഡിഷസ് ഉണ്ട്, അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ. ബൈ നൗ.